ദൈവനാമത്തിന് മഹത്വം. പ്രിയ ടാർലി ആൻറ്റി ലീഡ് ചെയ്യുന്നു. പാട്ടുപാടിയ പ്രിയ സഹോദരി, പ്രാർത്ഥനയിൽ നമ്മളെ സഹായിച്ചവര്, സഹായിക്കാൻ പോകുന്നവര്, കൂടാതെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നല്ല ഒരു ഇൻട്രൊഡക്ഷൻ ഡാർലി ആൻറ്റി തന്നു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പ്രിയ ഡാർലി ആൻറ്റി സൂചിപ്പിച്ചു. ഇനി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബൈബിൾ വ്യാഖ്യാനത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് 3 പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത്. അതിൽ മൂന്നാമത്തെ പോയിന്റ്സിന്റെ ഹെഡിങ് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൃഢമായ ഒരു ബന്ധം നിലനിർത്തേണ്ടതിന് വേണ്ടി വചന വ്യാഖ്യാന പഠനം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് എന്തായിരുന്നു? ഹലോ, ദുരുപദേശങ്ങളെ മനസ്സിലാക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ഒക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം പഠിക്കണം. അപ്പോൾ എന്തിനാണ് ഈ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം പഠിക്കേണ്ടത്? അതൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം എന്ന വിഷയത്തിന്റെ അധികായത്വം വഹിക്കുന്ന പാഠങ്ങളിലേക്കൊന്നും നമുക്ക് പോകാൻ നിർവാഹമില്ല. കാരണം അത് കുറെ കൂടെ സീരിയസാ. അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ BSM നമ്മൾ കഴിഞ്ഞ മുമ്പലത്തെ വർഷം ഇവിടെ എടുത്തിരുന്നു. പല സഹോദരിമാരും ആന്റിമാരും നോട്ടുകൾ ചോദിച്ചു. ഞാൻ അവർക്കെല്ലാം ഷെയർ ചെയ്തു. വളരെ സന്തോഷം. അപ്പൊ BSMന് വളരെ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ അതിനേക്കാൾ കുറെ കൂടെ വിപുലമായ ഒരു പഠന ശൃംഖലയാണ് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം എന്നുള്ളത്. പിന്നെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടുപോയി, ഞാൻ നിങ്ങളെ ആരെയും പഠിപ്പിക്കുന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത്. ജസ്റ്റ് നമ്മളെല്ലാം കൂടെ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കൊക്കെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എനിക്കും ആവശ്യം, നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. എനിക്കും ഈ വിഷയത്തെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും എനിക്കും അറിയത്തില്ല. ഞാനും ഇതിനോടൊക്കെ നീതി പുലർത്താൻ എൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ ഞാനും ശ്രമിക്കാറുണ്ട് എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഇപ്പം കുറെ കൂടെ ഒക്കെ മുന്നോട്ട് വരുമ്പോൾ ഉപമകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, കവിതകൾ എങ്ങനെ വ്യാഖ്യാനിക്കണം. ബൈബിളിൽ കവിതകളുണ്ടല്ലോ അല്ലേ, ഉപമകളുണ്ട്, അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വലിയ വലിയ സ്റ്റഡീസ് ഇതിന്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ഞാനിവിടെ പഠിപ്പിക്കുകയല്ല, നമ്മൾ ഒന്നിച്ചാണ് കാര്യങ്ങളൊന്ന് സംസാരിച്ച് ഒക്കെ പറഞ്ഞു പോവുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് മ്യൂട്ടൊക്കെ ഒന്ന് മാറ്റി ഇന്ററാക്ട് ചെയ്ത് നമുക്ക് സന്തോഷത്തോടൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളെ പോലൊക്കെ പോവുമായിരുന്നെങ്കിൽ കുറെ കൂടെ നല്ലതായിരുന്നു. എല്ലാവർക്കും അത് ഇൻട്രസ്റ്റഡ് ആവുമായിരുന്നു കേട്ടോ. അപ്പൊ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ബൈബിൾ, പലരും ചോദിക്കുന്നു, ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം അങ്ങനൊരു പഠനത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴും ഇത് മുന്നോട്ടൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാകും അല്ലേ. അതുപോലെ ക്ഷമയോടെ, അതുവരെ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ ഇതിന്റെയൊക്കെ ഗൗരവം എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പണ്ടൊരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ദൈവത്തിന്റെ ആത്മാവ് തരുന്നതങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം, അവിടെയാണ് വിഷയം. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതൊന്ന്, നമ്മൾ പറഞ്ഞു വെക്കുന്നത് വേറൊന്ന്. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ ആത്മാവാണ് വചനം എഴുതി വെച്ചേക്കുന്നത് അല്ലയോ. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടാണ് ഇവരെല്ലാം ഈ വചനം എഴുതി. അതിൽ രാജാക്കന്മാരുണ്ടായിരുന്നു ഇല്ലേ, പ്രവാചകന്മാരുണ്ട്, മീൻപിടുത്തക്കാരുണ്ട്, ബൈബിൾ എഴുത്തുകാരില്ല, ഇവരെല്ലാം അങ്ങനെ എഴുതിയവരാ. പക്ഷേ അവരൊക്കെ എഴുതിയ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടു കൂടെയാ. പക്ഷെ ആ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഒരു തരത്തിൽ, ദൈവത്തിന്റെ ആത്മാവ്, പക്ഷെ നമ്മളത് കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു തരത്തിലാ. അപ്പൊ ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കാര്യങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നത് അല്ലേ. നമ്മള് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നില്ലേ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്തൊരു വാക്യം എന്തുവാ? പൗലോസ് അവിടെ സമ്മതിച്ചു കൊടുക്കുക, ഞാൻ വിശ്വസ്തനല്ല, പക്ഷെ ദൈവം എന്ത് ചെയ്തു? എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. നമ്മളെയൊക്കെ ദൈവം വിശ്വസ്തരെന്നെണ്ണി. ലൗലി വിശ്വസ്തയാണ്, അവളെ കൊള്ളാം എന്ന് വിചാരിച്ചാണ് കർത്താവ് ഇതൊക്കെ, ഈ ദൈവിക ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ദൈവം ഏൽപ്പിച്ചത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും വിശ്വസ്തരെന്നെണ്ണിയാണ് കർത്താവ്
അതിനർത്ഥം നമ്മൾ അങ്ങ് വിശ്വസ്തരായെന്നും അത് അതിന്റെ പീക്ക് ലെവലിൽ എത്തിയെന്നാണോ അർത്ഥം? അല്ല. ദൈവം നമ്മളെ ആ നിലയിലൊക്കെ സ്നേഹിച്ചു, ആ നിലയിലൊക്കെ ദൈവം നമ്മളെ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമ്മളെ വിശ്വസ്തരെന്നെണ്ണി നമ്മളെ കർത്താവ് തന്റെ ശുശ്രൂഷകൾ ഏൽപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് തരുന്ന വചനഭാഗങ്ങളും വളരെ ഗൗരവത്തോടെ, താഴ്മയോടെ, തികച്ചും ദൈവഭയത്തോടുകൂടെ അത് ഉപയോഗിക്കാൻ സഹോദരിമാരായ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പഠന മേഖലയിലൊക്കെ നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ഓൺ ചെയ്ത പലരും ഇന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ വന്നല്ലോ, ഒത്തിരി സന്തോഷം, ദൈവം സഹായിക്കട്ടെ. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്തിയത് സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം അല്ലേ? എനിക്ക് തോന്നുന്നു മെച്ചപ്പെട്ട ക്രിസ്തീയ ജീവിതം എന്നാണ് തോന്നുന്നു അന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഞാനത് ഇന്ന് പഠിച്ചു വന്നപ്പോൾ കുറച്ചുകൂടെ അന്ന് വ്യത്യസ്തമാക്കി. സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം വേണം നമുക്ക് അല്ലേ? അല്ലാതെ വല്ലപ്പോഴും അവിടെ കേട്ട് ഇവിടെയും കേട്ട് അവിടെയും ചാഞ്ഞ് ഇവിടെയും ചാഞ്ഞ് അത് കേൾക്കുമ്പോൾ അതാ നല്ലതെന്ന് തോന്നി, ഇത് കേൾക്കുമ്പോൾ ഇതാ നല്ലതെന്ന് തോന്നും. അങ്ങനെ ഇങ്ങനെ ആടി ഉലഞ്ഞുള്ള ക്രിസ്തീയ ജീവിതം അല്ല നമുക്ക് വേണ്ടത് അല്ലേ? ദൈവം നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നാൽ ദൈവം നല്ലവനാണെന്നും അതല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരാതിരിക്കുമ്പോൾ ദൈവം അത്ര കേൾക്കുന്നില്ലെന്നും കൊള്ളത്തില്ലെന്നും ദൈവം പോലും എന്നെ കൈവിട്ടു എന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു കളയും അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ്. പലപ്പോഴും ദൈവം എന്നത് നമ്മുടെയൊക്കെ ഒരു ചിന്താഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കൃത്യമായിട്ട് ആൻസർ ഷീറ്റ് ചെയ്തു തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണുന്നത് അല്ലേ? ഇതൊക്കെ നമ്മുടെ ഫെയിലിയർ ആണ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ ഫെയിലിയർ ആണ്. കാരണം അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം തരാനിരിക്കുന്ന ആളല്ല ദൈവം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വിഷയം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ, ദൈവത്തിന്റെ ഹിതം ഓരോ വ്യക്തികളെ കുറിച്ചും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താ, അതിന് കീഴ്പ്പെടുക, അതിന് അംഗീകരിക്കുക, അതിനനുസരിച്ച് ജീവിക്കുക. അതാണ് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന റൂട്ടിലൂടെ എല്ലാം ദൈവം വരണം. കർത്താവ് എനിക്ക് ഇന്നത് ആഗ്രഹം, നീ ഒന്ന് സാധിച്ചു തരണം. എനിക്ക് ഇന്ന കല്യാണമാണ് ഇഷ്ടം, നീ ഒന്ന് നടത്തി തരണം. മനസ്സിലായില്ലേ? എനിക്ക് ഇന്ന രീതിയിൽ പോകാൻ, എനിക്ക് അമേരിക്കയ്ക്ക് ഇത്രാം തീയതിക്ക് പോകണം, നീ ഒന്ന് ചെയ്തണം. പണ്ടൊരു പാസ്റ്റർ ഒരു സ്ഥലത്ത് മെസ്സേജ് പറഞ്ഞു, ഞാൻ അടുത്ത മാസം 17-ാം തീയതി ഷാർജയിൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഈ മനുഷ്യൻ അടുത്ത മാസം 17-ാം തീയതി ഷാർജയിൽ ചെല്ലണ്ടേ? അതിനുവേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാമോ? ആരെയെല്ലാം കണ്ടു, ആരുടെയെല്ലാം കാല് പിടിച്ചു. സാമ്പത്തിക അല്പം കുറവുള്ള വ്യക്തി ആയതുകൊണ്ട് സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പലരെ സമീപിച്ചു. എന്തായാലും ആള് 17-ാം തീയതി അവിടെ ചെന്നു പ്രസംഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യത്തിൽ അതൊരു പിടിവാശിയായിരുന്നു. കാരണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം. കാരണം പുള്ളി പബ്ലിക്കലി അത് പറഞ്ഞത് കൊണ്ട് അത് നടക്കണമെന്നുള്ളൊരു താല്പര്യമായി പോയി. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല ആത്മീയ ജീവിതം അല്ലേ? അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പോരായ്മകളൊക്കെ കാണാനും മനസ്സിലാക്കാനും കൂടെ ഉള്ളതാണ് ഈ പഠനം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഇച്ചിരി വാചകം കൂടുതലാണ്, അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ടോപ്പിക്കൊക്കെ വിട്ടുപോകുന്നൊരു സംശയം. എന്തായാലും നിങ്ങൾ എന്നെ സഹിക്കുന്നുണ്ടല്ലോ, അതിന് സന്തോഷം. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കണേ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സോണിയ ബെഞ്ചമിൻ, മോൾക്ക് ലാംഗ്വേജ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് മോക്കത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകല. ഇതാണ് വിഷയം. എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ഇരിക്കേണ്ടതിന് ആയിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് കർത്താവിന് പ്രിയമുള്ള മക്കളായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു വയ്ക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു തോന്നുന്നു, ഇന്ന് എത്ര സഭകളുണ്ടല്ലേ? എല്ലാത്തിന്റെ പേര് സഭകളെന്നല്ലേ? നിങ്ങളാരും ഇവിടെ ഇല്ലയോ? ഇപ്പൊ ന്യൂജൻ ട്രെൻഡി ചർച്ചുകൾ തന്നെ എന്തുമാത്രമാണ്, എന്തെല്ലാം വ്യത്യസ്തമായ ഡോക്ട്രിൻസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതാ നല്ലത്, മറ്റേത് കേൾക്കുമ്പോൾ തോന്നും അതാ നല്ലത്. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ആവരുത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞോന്നറിയില്ല. ഞങ്ങൾ കുറച്ചു നാൾ മുമ്പ് ഒരു പ്രവർത്തനത്തിന് പോയപ്പം ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ഹിന്ദുവാണ്. ഞങ്ങൾ സുവിശേഷമൊക്കെ പറഞ്ഞു.
അപ്പൊ ഇതിനിടയ്ക്ക് അമ്മച്ചി ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന എന്തോ തരുമെന്ന് ചോദിച്ചു, ഞങ്ങളെ കൈവിടുമോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് ചോദ്യത്തിന്റെ പൊരുൾ പെട്ടെന്ന് പിടികിട്ടി. കാരണം ഈ അമ്മച്ചി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴെല്ലാം അവർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു, നല്ല ഭക്ഷണമുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ല, കുറെ കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഇവരുടെ വിചാരം എല്ലാ ദിവസവും ഇത് കിട്ടുമെന്നാണ്. എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ വിചാരം അങ്ങനെയാണ്. ഞാൻ ആ കാര്യം പിടികിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞങ്ങളുടെ കൂടെ വരേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഞങ്ങളോടൊപ്പം വരാം. ഞങ്ങളല്ലാതെ പാൽപ്പൊടി കൊടുത്തും പിന്നെ എന്താ ഇപ്പൊ ഉണ്ടല്ലോ അങ്ങനൊക്കെ പറയുമല്ലോ നമ്മളെ കുറിച്ച്, പാൽപ്പൊടി കൊടുത്തും ഗോതമ്പ് കൊടുത്തും ആട്ട കൊടുത്തും ഒന്നും ഞങ്ങൾ ആരെയും ഞങ്ങളുടെ ഇതിലേക്ക് കൊണ്ടുവരാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒരു വ്യക്തി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് വേണം ഞങ്ങളുടെ ഇടയിലേക്ക് വരാൻ. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും അവർക്കൊരാവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളാലാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുമുണ്ട്. പക്ഷെ അതിനൊറ്റ മാനദണ്ഡമേ ഉള്ളൂ, എന്താ? രക്ഷിക്കപ്പെട്ട് മുന്നോട്ട്. അപ്പൊ അതുവരെ അമ്മച്ചി പറഞ്ഞു ഞങ്ങളുടെ മക്കളെന്നെ തല്ലി ഇറക്കി അതായതാന്നൊക്കെ പറഞ്ഞ അവസാനം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞ മക്കളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവര് ഇടയ്ക്ക് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ ഒരു പോയിന്റ് ഇതായിരുന്നു, ഇങ്ങനെ പലരും വന്ന് പലതും പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പറയുന്നത് പോലെ. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്ക് വിടുതൽ കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങളുടെ സന്തോഷം കിട്ടും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതൊരു വശത്ത് കേൾക്കുന്നു. വേറൊരു വശത്ത് കേൾക്കുന്നു രക്ഷിക്കപ്പെടണം, രക്ഷിക്കപ്പെട്ട് സഭയോട് വരണമെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ആരെന്ത് വിശ്വസിക്കണം? ഏതിൽ ഉറച്ചു നിൽക്കണം? മനസ്സിലായില്ലേ? ഇത് വല്ലാത്തൊരു പ്രോബ്ലം കൂടെയാണ് കേട്ടോ നമ്മൾക്കിടയിൽ. സഭകളുടെ അതിപ്രസരണം ഇന്ന് സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന് ഒത്തിരി തടസ്സമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം കേൾക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒന്നിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയാതിരിക്കുന്നത് ആത്മീക ജീവിതത്തിന്റെ പരാജയമാണ്. അപ്പൊ സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതത്തിന് ഒന്നാമതായിട്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കഴിഞ്ഞ പോയിന്റ് അതായിരുന്നു. എന്നാൽ പോലും ഇവിടെ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, നമ്മൾ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പഠനം ആവശ്യമാണ്. ആ പഠനം നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നു? സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതിന് എങ്ങനെയാണ് സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം നിലനിൽക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതിന്. അപ്പോൾ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്ര പഠനം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു, ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതിന്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തില് ബെരോവയിലുള്ള ജനം അവർ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. കാരണം ഉപദേശപിശകുകൾ സംഭവിക്കുക സ്വാഭാവികമാണ്. മതവിരുദ്ധമായ പഠിപ്പിക്കലുകൾ അതിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മതവിരുദ്ധമായ പഠിപ്പിക്കലുകളും സംസാരങ്ങളും അതിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് കൾട്ടുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം തന്നെ, ദുരുപദേശങ്ങൾ, ഇതെല്ലാം വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവരെന്താ ചെയ്തത്? അവർ ഈ കേട്ട കാര്യം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. നമ്മളാണ് എന്നത് ഇത് കേട്ട കാര്യമാണ്, ഗ്ലോറി ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് കൊണ്ടുവെക്കുക ചെയ്യുന്നത്. പക്ഷെ ബെരോവയിലുള്ള ജനം അങ്ങനെ അറിയുന്നില്ല. അപ്പൊ ആ പഠനം കൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കാൻ സാധിക്കുന്നു. കുറവുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ സമർപ്പണത്തിന് വിധേയമാണെങ്കിൽ അതും സാധിക്കുന്നു. അങ്ങനെ സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം ജോൺ ചാപ്റ്റർ 16:13. അവിടെ നമ്മൾ കാണുന്നത് സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിലും നമ്മളെ എന്ത് ചെയ്യും? വഴി നടത്തും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്തിന്? സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്. അതിന് ബൈബിൾ വ്യാഖ്യാനത്തിന്റെ ആവശ്യകത അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവും ബൈബിൾ വ്യാഖ്യാനം എന്നൊരു ടോപ്പിക് ഉണ്ട്, അതുകൊണ്ട് ഞാനത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ഞാൻ ആദ്യമേ പറഞ്ഞ വിഷയമാണ്.
ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ആ വിഷയത്തില്, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് നമുക്കത് മനസ്സിലാക്കി തരും. അതാണ് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 31, 32 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇല്ലേ? സത്യം നിങ്ങളെ സ്വന്തം. അപ്പം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ സത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ 1 Peter chapter 3 verse 15, 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിക്കാമോ മോളെ? 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. മതി. നമുക്ക് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ത്? ഈ സൗമ്യതയും സൗമ്യതയും ഭയഭക്തിയും സാവധാനതയുടെ ഒക്കെ മറുപടി പറയാനായിട്ട് നമുക്ക് എപ്പോഴും പറ്റാറുണ്ടോ? ആരെങ്കിലും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ, ന്യായം ചോദിക്കുമ്പോൾ. പക്ഷെ ഇവിടെ പറയുന്നു അങ്ങനെ സംസാരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, മൗഢ്യ തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഇല്ലേ? തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. മൗഢ്യ തർക്കം അത് ആവശ്യമില്ല. 2 Timothy 2 verse 14 വായിക്കാമോ? 2 തീമോത്തിയോസ് 2:14. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ല, ഒന്നിലും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഈ തർക്കങ്ങളും വാഗ്വാദങ്ങളും നമ്മൾ ഒഴിവാക്കണം. 4-ാമത്തെ പോയിന്റ് നമുക്ക് ഇങ്ങനെ പഠിക്കാം: ദൈവവചന സംബന്ധമായി മറ്റുള്ളവരോട് ഇടപെടാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. എന്ത്? ബൈബിൾ വ്യാഖ്യാന ശാസ്ത്ര പഠനത്തിന്റെ ആവശ്യകത. പ്രത്യേകിച്ചും നമ്മളോട് ന്യായം ചോദിക്കുന്നവനോട് സൗമ്യതയോടെ സാവധാനതയോടെ മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ ഇടയിലേക്ക് മറ്റേതെങ്കിലും ഉപദേശത്തിലുള്ള ഒരു വ്യക്തി ഒരു മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ വ്യക്തിയുടെ മേൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സ്നേഹത്തിൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളോട് ചോദ്യം എന്താ നിങ്ങളുടെ രക്ഷ? ഞങ്ങളുടെ രക്ഷ ഇന്നതാന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. മറിച്ച് വളരെ ക്ഷമയോടെ രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇപ്പം ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3-ാമത്തെ പോയിന്റ്, സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതെന്തുകൊണ്ടാണ് ഈ സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവിതം വരുന്നത്? അതെന്തിന്റെ വിഷയമാ? ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പഠനം. ആ പഠനത്തിന്റെ ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. നമ്മൾ പല കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പറഞ്ഞു. വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞു, വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പഠനം എന്താന്ന് പറഞ്ഞു, അതിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ. പക്ഷെ നമ്മൾ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വിട്ടു. അതൊന്ന് പറയാം. വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഉദ്ദേശം, വ്യാഖ്യാന ശാസ്ത്ര പഠനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇത് വ്യാഖ്യാന ശാസ്ത്രം നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല. മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മളത് പഠിക്കണമല്ലോ, അല്ലേ? നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരണം. നമ്മളത് ശരിയായ നിലയിൽ നമുക്ക് വിനിയോഗിക്കാനായിട്ട് കഴിയണം. അപ്പൊ പർപ്പസ് ഓഫ് ദ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഉദ്ദേശം. ഇനി ഈ വ്യാഖ്യാന ശാസ്ത്ര പഠനത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ശരിയായി മനസ്സിലാക്കുകയും അതിന്റെ സത്യങ്ങൾ അതിലെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവശ്വാസീയമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് മനുഷ്യന്റെ ഭാഷയിലൂടെയും സംസാരത്തിലൂടെയും ആശയവിനിമയം ചെയ്യപ്പെടുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഉദ്ദേശം നമ്പർ 1 എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ശരിയായി മനസ്സിലാക്കുക. 2, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് കുറെ കൂടെ പേഴ്സണലാണ്, അല്ലേ? നമ്മൾ ഒരു പബ്ലിക് വ്യൂവിനോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഇത് കുറെ കൂടെ പേഴ്സണലാണ്. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ശരിയായ നിലയിൽ വചനഭാഗങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത്
അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ വ്യാഖ്യാന ശാസ്ത്ര പഠനം അല്ലെങ്കിൽ ഈ ഉദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഇത് ഏതൊക്കെ നിലകളിൽ നമ്മളെ സഹായിക്കുന്നു? ഒന്ന്, നമ്മുടെ സ്വന്തം ചിന്തകളും ആശയങ്ങളും ഈ വാചകത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നതിലൂടെ കേൾവിക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ദൈവത്തിന്റെ ആത്മാവ് ഏത് ആത്മാവിൽ ആ വചനം എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഭാഗം എഴുതിയ രചയിതാവ് ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്ന് കണ്ടെത്തി നമുക്കത് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? മനസ്സിലായല്ലോ അല്ലേ? ഒന്നുകൂടെ പറയണോ? അതായത് നമ്മുടെ വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ആശയങ്ങൾ, അത് ചുമ്മാതെ വെറുതെ സംസാരിച്ച് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാതെ, ഇപ്പോൾ പൗലോസ് എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പൗലോസ് ആ വാക്യത്തിലൂടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിന് ഈ വ്യാഖ്യാന ശാസ്ത്ര പഠനം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, BSM പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ പഠിച്ചത്, ഓർമ്മയുണ്ടോ? ആരും ഇല്ല ഇവിടെ? ആകെ ഒരു പ്രതീക്ഷ ഡാർലിയാൻ്റെ മിണ്ടുന്നില്ല. ഇല്ല, നമുക്ക് പഠന സഹായികൾ വേണം. ആ. നിഘണ്ടു പുസ്തകങ്ങൾ എല്ലാം റെഫർ ചെയ്യണം. പിന്നെ മീൻസ് കമന്ററീസ് അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അറ്റ്ലസ്, നമുക്കിപ്പോൾ ഓരോ രാജ്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സന്ദർഭങ്ങളിൽ ഭൂപടങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പണ്ടൊരാൾ ചോദിച്ചു, എന്തിനാ ഈ അതിർത്തികളൊക്കെ അറിഞ്ഞിരുന്നിട്ട് എന്നാ കാര്യമാണ്? അതൊക്കെ ഈ നമ്മൾ ഇത് പഠനത്തിലേക്ക് വരുമ്പോഴേ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം ഒന്ന് നമ്മളെ അത് രചയിതാവിന്റെ, ലേഖകന്റെ ഉദ്ദേശം, അദ്ദേഹം എന്താണ് അവിടെ ഉദ്ദേശിച്ചതെന്നുള്ളത് അർത്ഥം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ തെറ്റായ പ്രയോഗങ്ങളും വളച്ചൊടിക്കലും നമ്മൾ ഒഴിവാക്കണം. ആശയപരമായിട്ടുള്ള തെറ്റായ പ്രയോഗങ്ങൾ, ഇനിയും ബൈബിളിന്റെ ചില വിഷയങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ, സാംസ്കാരികമായിട്ടുള്ള അതിന്റെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൽ നിന്നെല്ലാം തെറ്റായ പ്രയോഗത്തിലേക്കും പിന്നെ അതുപോലെ തന്നെ ആശയത്തെ വളച്ചൊടിക്കാനുള്ള ഒരു വലിയ സാധ്യത അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ഉദ്ദേശത്തിനകത്ത് അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്ര പഠനം നമുക്ക് അനുഗ്രഹപ്രദമായിട്ട് തീരും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, ബൈബിൾ വ്യാഖ്യാനത്തിനുള്ള വെല്ലുവിളികൾ. നമുക്കത് ആദ്യം പേഴ്സണലായിട്ട് ഒരു വ്യക്തി നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ളതും കോമൺ ആയിട്ടുള്ള അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പൊ അതുകൂടെ ചിന്തിക്കാനുള്ള സമയമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒന്ന് പറയാമോ, നമ്മൾ എന്താണ് പേഴ്സണലായിട്ട് നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയായിരിക്കും? സഹോദരിമാരില്ലേ, സഹോദരിയിലൊക്കെ വചനമൊക്കെ വല്ലപ്പോഴും ഒക്കെ ശുശ്രൂഷിക്കുന്നവരല്ലേ, ഒന്ന് പറയാമോ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ലിഡിയ നേരിടുന്ന വെല്ലുവിളി എന്തുവാ? കാലഘട്ടത്തെ കുറിച്ച് ശരിയായി മനസ്സിലാക്കാതെ നമ്മൾ വ്യാഖ്യാനിക്കരുത്. അത് കറക്റ്റ് ആണ്. കാലഘട്ടത്തെ കുറിച്ച് അത് കോമൺ ചലഞ്ചസിനകത്ത് വരുന്ന വിഷയമാണ്. ഗ്രേസി ആന്റി ഭയങ്കര നിലയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. അതാണ് കാലഘട്ടത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു അവബോധമില്ലാത്തത് പലപ്പോഴും നമ്മുടെ വ്യാഖ്യാനത്തെ അതൊരു പേഴ്സണൽ വെല്ലുവിളിയായിട്ടാണ് ആന്റി പറഞ്ഞത്. നല്ല കാര്യം, നല്ലൊരു പോയിന്റ് ആണ്. വേറെ ലിഡിയക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ കേൾവിക്കാരെ എങ്ങനെ ഏത് ലെവലിലുള്ളതാന്ന് മനസ്സിലാക്കാതെ എന്താണ് അവര് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമ്മുടെ കേൾവിക്കാർ എങ്ങനെയുള്ളവരാണ്, അത് നല്ലൊരു പോയിന്റ് ആണ്. കാരണം അപ്പൊ ഒരു എഴുത്തുകാരാണെങ്കിലും അതുപോലെ തന്നെ പ്രീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഓഡിയൻസ് എങ്ങനെയുള്ളവരാണ് എന്ന് ചിന്തിച്ചു വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക അവരുടെ മനസ്സൊന്നും നമ്മൾ അറിയണ്ട, അതിന് ചെയ്യാനുള്ള ഒരു വഴി അത് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത്, വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞേ, എന്തായിരിക്കും വ്യക്തിപരമായ വെല്ലുവിളികൾ?
സൂപ്പർഫിഷ്യൽ റീഡിങ് കാരണം നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. എങ്ങനെ ആന്റി ഒന്നുകൂടെ പറയാമോ? സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റീഡിങ് മീൻസ് നല്ല ഡീപ്പായിട്ട് ഓക്കെ അത് ഓക്കെ, വായിച്ച് എനിക്ക് മനസ്സിലായി. അപ്പൊ ഡീപ്പായിട്ടുള്ള ഒരു വായനയുടെ കുറവ് അല്ലേ, അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നല്ല പോയിന്റ്സ് ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർക്കും പറയാം. ഈ ദൈവാത്മാവാണല്ലോ ദൈവവചനം എഴുതിയിരിക്കുന്നത്. അപ്പൊ ദൈവാത്മാവിന്റെ ആ ഹെൽപ്പ്, നമ്മുടെ ആ ഇന്നബിലിറ്റി നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ആ പഠിക്കുമ്പോഴും പറയുമ്പോഴും അത് ദൈവാത്മാവ് എന്നിലൂടെ സംസാരിച്ച, ഞാനല്ല. ഈ നമുക്കറിയാലോ യോഹന്നാൻ സ്നാപകനൊക്കെ പറഞ്ഞു ഞാൻ വെറും ശബ്ദം. അതെ. അപ്പൊ കർത്താവ് തന്നെ അത് എന്നിലൂടെ പറയണം. അത് ആ ഒരു കീഴ്പ്പെടൽ എപ്പോഴും അതെ, നമ്മുടെ ഒരു കീഴ്പ്പെടല് അത് വളരെ ആവശ്യമാണ്. വേറെന്തെങ്കിലും പറയാനുണ്ടോ? പ്രസംഗിക്കുന്നതിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതവും നമ്മൾ ക്രമീകരിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോ അത് പറയാൻ എനിക്കുള്ള യോഗ്യത ഉണ്ടോ അല്ലേ, അതെ, അത് ഞാൻ പറയാൻ എത്രത്തോളം എനിക്കതിന് പ്രാഗൽഭ്യമുണ്ട്, ആ ഒരു വിഷയം നമ്മളെ വല്ലാതെ ചിലപ്പോഴൊക്കെ അലട്ടാറുണ്ട്. വേറെന്തെങ്കിലും? അയ്യോ പറഞ്ഞേ, ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ വിളിക്കണോ? പേര് വിളിക്കണോ? ലാംഗ്വേജ് ഗ്യാപ്പ്. ലാംഗ്വേജ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് മലയാളികളുടെ സംസാരിക്കുന്നതാണോ, അതോ മറ്റേതെങ്കിലും ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നതിനെ മറ്റേതെങ്കിലും ഭാഷകളിലും? കാരണം ചിലപ്പോ നമുക്ക് തന്നെ മലയാളത്തിൽ വായിക്കുമ്പോഴും അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴൊക്കെ ചിലപ്പം വ്യത്യാസങ്ങൾ നമുക്ക് വരും. ആ സെയിം മലയാളത്തിലുള്ളതായിരിക്കത്തില്ല ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷന്. അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കോമൺ ചലഞ്ചസിൽ വരുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പേഴ്സണൽ ഉള്ളത് പറയാനുണ്ടോ? പേഴ്സണൽ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം നല്ല പാണ്ഡിത്യമുള്ളവരാ, മിണ്ടുന്നില്ല ഒരൊറ്റ ഓർണം. ടൈനി പ്രിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. നമ്മുടെ ഭാഷാ ശൈലികൾ അങ്ങനെയാണ്. നമ്മൾ പറയുന്ന വാക്കുകള് മറ്റുള്ളവരെ ഏത് രീതിയിൽ അവരത് എടുക്കും. അത് ശരിയാണ്, അത് വലിയൊരു പ്രോബ്ലമാണ്. ഇപ്പൊ മലയാളം ആണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന്, കേൾവിക്കാരും മനസ്സിലാക്കുന്നത് മറ്റൊന്ന്. അതൊത്തിരി പ്രശ്നം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് എനിക്കും അറിയാം. കാരണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭാഷ പഠിക്കണം. മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കൃത്യമായിട്ട് നമ്മളത് പഠിക്കണം. അപ്പൊ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ പ്രതികരിച്ചതിന് ഒത്തിരി നന്ദി. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ ഞാൻ നോട്ട് ചെയ്ത പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞെല്ലാം വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ബൈബിൾ വ്യാഖ്യാനത്തിനുള്ള വെല്ലുവിളികൾ. അതിൽ ഒന്നാമത്തെ പേഴ്സണലായിട്ട് വരുന്ന പ്രോബ്ലത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അറിവില്ലായ്മ എന്നൊരു പ്രോബ്ലം നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അയ്യോ, ഇതെങ്ങനെയാ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല, ഇതെങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അയ്യോ, ഇന്നാരൊക്കെ പറയുന്നത് പോലെ, അവരൊക്കെ പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ അലട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഈ അറിവില്ലായ്മ ഉണ്ടാകുന്നത് നമ്മളത് പരിശ്രമിക്കാത്തത് കൊണ്ടാണ്. അറിവില്ലായ്മ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അവബോധം എന്നുള്ള അർത്ഥത്തിലൂടെ, അവയർനെസ് എന്നുള്ള അർത്ഥത്തിലൂടെയാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ വേണ്ടവണ്ണം അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. എനിക്കിത് അറിയത്തില്ലേ, ഇതെന്റെ അല്ലേ എന്ന് പറഞ്ഞങ്ങ് മാറി നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇവിടെ ശാന്തമ്മ രാജു എന്ന് പറഞ്ഞൊരു സഹോദരിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി പുള്ളിക്കാരി പാട്ടല്ലാതെ ഇവിടെ വേറൊന്നും ചെയ്യത്തില്ല. പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാതിരാത്രിയിലും ആൾ എഴുന്നേറ്റ് സോദരി വന്ന് പാട്ട് പാടും. സോദരി എന്നല്ല, എവിടെ വേണേലും ആള് പാട്ട് പാടും. പക്ഷെ ഈ മനുഷ്യത്തിൽ നന്നായിട്ട് വചനം സംസാരിക്കുന്ന ഒരു സഹോദരിയാണ്. ദൈവത്തിന്റെ വചനം ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ ട്രിവാൻഡ്രത്ത് പഠിച്ചൊരു സഹോദരിയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇവിടെ വചന സന്ദേശത്തിന് അവർക്കൊരു ചാൻസ് കൊടുത്തു. നല്ല ഒന്നാന്തരം ഒരു മെസ്സേജാണ് ശാന്തമ്മ ചേച്ചി തയ്യാറാക്കി പറഞ്ഞത്. അപ്പൊ ഇത് പ്രശ്നം. അപ്പം ശാന്തമ്മ ചേച്ചി എന്നോടത്ത് പല പ്രാവശ്യം എനിക്ക് വല്ല പാട്ടും തന്നാൽ മതി, ഓ ഞാൻ സ്വസ്ഥം, സമാധാനം, മനസ്സിലായില്ലേ? പക്ഷേ വചന ശുശ്രൂഷ ചെയ്തപ്പോ എത്രയോ നല്ല രീതിയിൽ ആ ചേച്ചി അത് ചെയ്തെന്നറിയാമോ?
അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഒരു ചിന്താഗതിയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നമ്മൾ ആരും വലിയ വലിയ സ്പർജനെ പോലൊന്നും, വലിയ പ്രീച്ചനെ, ബില്ലി ഗ്രഹാമിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ അടുത്ത സമയത്ത് മരിച്ച ജോൺ മക്കാർദർ, ഇവരെ പോലെയൊക്കെ വലിയ വലിയ ആൾക്കാരൊന്നും ആവണമെന്നൊന്നും ഇല്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇതിനൊക്കെ നമ്മൾ ഉത്സാഹികളല്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മളൊന്ന് തയ്യാറായാൽ, ഒന്നിരുന്നാൽ എത്രയോ പവിഴ മുത്തുകൾ, മധുരമുള്ള ചില കാര്യങ്ങൾ, മനുഷ്യനെ സാന്ത്വനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, അവരുടെ ഗുണീകരണത്തിന് ഉതകുന്ന എത്ര നല്ല കാര്യങ്ങൾ. എനിക്കറിയാം, ഈ ഫേമസ് ആയിട്ടുള്ള പ്രീച്ചേഴ്സൊക്കെ പറയുന്നതിനേക്കാൾ ചില സമയത്ത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, അല്ലെങ്കിൽ അത്ര വലിയ പ്രഭാഷകരൊന്നും അല്ല എന്ന് നമ്മൾ വിലയിരുത്തുന്ന ആൾക്കാരിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നല്ല നല്ല തോട്ട്സുകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് കയറുന്നു. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ ഈ ബൈബിൾ എനിക്ക് വ്യാഖ്യാനിക്കാൻ അറിയില്ല, അതെനിക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല, അതിൻ്റെ അറിവില്ലായ്മയാണെന്നും പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി നിർത്തരുത്. നമ്മൾ അതിനു വേണ്ടി ഉത്സാഹിക്കണം. നമ്മുടെ അലസതയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ഒരു ദൈവത്തിന്റെ നമ്മളോട് ഞാനൊരു കാര്യം പറയാം. ദൈവം രക്ഷിക്കപ്പെട്ട എല്ലാവരോടും സംസാരിച്ചു കൊണ്ടായിരിക്കുന്നത്. വ്യക്തിപരമായിട്ട് ദൈവം നമ്മളോടെല്ലാം സംസാരിച്ചു കൊണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ധാരണയുണ്ട്, മുഖ്യധാരയിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാര്, അവര് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ അവരിലൂടെ കേൾക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളോട് സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മാത്രം നമ്മളോട് സംസാരിക്കുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ട് ദൈവം സംസാരിക്കും. അതിനെന്ത് ചെയ്യണം? വ്യക്തിപരമായിട്ട് ഒരു പഠനം, ഒരു ധ്യാനം അത് നമുക്കുണ്ടാവണം. വ്യക്തിപരമായിട്ട് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്കുണ്ടാവണം. നമ്മൾ കഴിഞ്ഞ BSMന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, ക്വയറ്റ് ടൈം എങ്ങനെ എടുക്കാം, ശാന്തസമയം എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം, അതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ വ്യക്തിപരമായി നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്നേ, ദൈവസന്നിധി പഠിക്കാനിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരിൽ കൂടെ കേൾക്കുന്നതൊക്കെ തെറ്റാണെന്നോ, അതൊന്നും വേണ്ടെന്നോ, അതൊന്നും ശരിയല്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ നമ്മൾ കേൾക്കണം. അവരെ ഉപയോഗിക്കുന്ന ദൈവം തന്നെയാണ്. അവരിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സ്തോത്രം ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. എന്നാൽ അത് മാത്രം പോരാ. വ്യക്തിപരമായ ദൈവവചന പഠനത്തിന് ഈ നാടുകളിൽ നമ്മൾ തയ്യാറെടുക്കണം. സഹോദരിയുടെ സങ്കീർത്തന പ്രബോധനത്തിന്റെ ആ ഡേറ്റ് അടുത്ത് വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കേണ്ടത്, ഡെയിലി നമ്മൾ ദൈവവചന പഠനത്തിന് വേണ്ടി ഒരു അല്പസമയം നമ്മൾ മാറ്റിവെക്കണം. ഒന്നുമല്ലെങ്കിൽ ഒരു വാക്യം ഒരു ദിവസം കാണാതെ പഠിക്കണം. ഇപ്പൊ എല്ലാവർക്കും മെമ്മറി പവർ ഒക്കെ ഇച്ചിരി കുറവാണ്, സാരമില്ല. എന്നാലും ഞാൻ ആദ്യ സമയത്തൊക്കെ എങ്ങനെയാ ചെയ്ത്, ഒരു വാക്യം കിട്ടിയാൽ ആ വാക്യം ഇരുന്നങ്ങ് പഠിക്കും, കാണാതെ പഠിക്കും. എന്നിട്ട് ഞാൻ തന്നെ അത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് പിന്നെ അത് അങ്ങ് വെറുതെ ഇരുന്ന് അങ്ങ് പഠിക്കുകയായിരുന്നു. അപ്പോൾ ദിവസം ഒരു വാക്യം, 1-2 വാക്യമൊക്കെ ഒന്ന് കാണാതെ ഇങ്ങനെ ഉരുവിട്ടോണ്ട് നടന്നേ, അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നതായിട്ട് നമുക്ക് തോന്നും. അതിലൂടെ ആഴമേറിയ കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്കുള്ള പണിയല്ല, ഇതൊക്കെ ഡാർലി ആന്റിക്കും അതുപോലുള്ള ആന്റിമാർക്കൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് നീക്കി വെക്കാതെ അവരവർ തന്നെ ദൈവത്തിന്റെ വചനം വ്യക്തിപരമായി പഠിക്കണം. പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. പൗലോസ് എന്താ ചെയ്തത്? കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു. ഇത് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും എല്ലാ സഹോദരിമാർക്കും ഇത് ചെയ്യാവുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. കർത്താവിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ നേരിട്ട് പഠിക്കണം, നേരിട്ട് പ്രാപിക്കണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കണം. അപ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള നമ്മുടെ വെല്ലുവിളികളിൽ ഒന്നാമത് ഞാൻ പറഞ്ഞ അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അവബോധം ഇല്ലായ്മ. അതിനകത്ത് ഒരു പ്രശ്നം നമ്മുടെ ഉത്സാഹക്കുറവ്, അലസത, ഇതൊക്കെ വലിയ വിഷയങ്ങൾ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, സൂക്ഷ്മ പരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകുന്നില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബെരോവയിലെ ജനങ്ങളെ പോലെ അത് ശരിയോ തെറ്റോ എന്നൊന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. ഇപ്പൊ ലൗലി അങ്ങനെ പറഞ്ഞു, അതാണ് ശരി എന്ന് ഇരിക്കുകയാണ് അല്ലെ? ലൗലി തന്നെ പറഞ്ഞത്, പിന്നെ ആരാ പറഞ്ഞത്? ഞങ്ങളെല്ലാം ആഴ്ചയിൽ ലൗലിയുടെ ക്ലാസ്സിന് കയറുന്നത്. ലൗലി പറഞ്ഞു, ഇനി ഓക്കെ, ഇതിനകത്ത് അനിയും വേറെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങനല്ല. ആര് പറഞ്ഞാലും ആര് പഠിപ്പിച്ചാലും അതേക്കുറിച്ചൊരു പേഴ്സണൽ സ്റ്റഡി നമ്മൾ നടത്തുന്നത് നല്ലതാണ്. നമ്മൾ ഒരു വാക്യം വായിക്കാൻ വിട്ടുപോയി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഈ പൗലോസ് ആസിയയിൽ നിന്ന്, എഫെസോസിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ നുഴഞ്ഞുകയറ്റക്കാരൊക്കെ ഇവിടേക്ക് നുഴഞ്ഞു വന്നിട്ടുണ്ട്,
എന്നിട്ട് പറയാം, ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളിൽ നിന്നല്ലോ പുറപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവർ എവിടുന്നാ എഴുന്നേറ്റ് വരുന്നത്? നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വ്യക്തിപരമായ ഒരു പഠനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. മനസ്സിലായില്ലേ? വ്യക്തിപരമായ പഠനം നടത്താൻ ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളത് വിനിയോഗിക്കുക. നമ്മൾ സമയം ചെലവഴിക്കുന്നത് ദൈവവചന പഠനത്തിനാണെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് അല്പനിമിഷം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്താൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാവത്തില്ല. ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള മാന്യത നമുക്ക് ദൈവസന്നിധിയിൽ നിന്നും ലഭിക്കും. അപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു പ്രോബ്ലമാണ്. ഇനി കോമൺ ചലഞ്ചസിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഇതിനകത്ത് പല പോയിന്റ്സും പേഴ്സണൽ വെല്ലുവിളികൾ, അതിന്റെ പല പോയിന്റ്സും ആന്റിമാര് സഹോദരിമാര് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനി അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പൊ നമുക്കിനി കോമൺ ചലഞ്ചസ് ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഭാഷാപരമായിട്ടുള്ള വെല്ലുവിളികൾ, ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ലാംഗ്വേജ് ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. എന്തൊക്കെയാണ് ഈ ഭാഷാപരമായ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്? അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, പഴയ നിയമം എഴുതിയ ഭാഷ ഏതായിരുന്നു? ഹീബ്രു ഭാഷ. അതുപോലെ തന്നെ പിന്നെ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയില്. അപ്പോഴ് നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ എബ്രായ അതുപോലെ അറാമിക് ലാംഗ്വേജിലും കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അറാമിക് അതുപോലെ ഗ്രീക്ക്, ഈ ഭാഷകളിലാണ് ബൈബിള് പിന്നെ രചിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഈ ഗ്രീക്കും എബ്രായയും അറാമിക് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മളിപ്പം ചില വിഷയങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പം പിന്നെ അഗാപ്പെ എന്നുള്ള വാക്ക്, അഗാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസ്നേഹം എന്നർത്ഥം. അതിന്റെ കൂട്ടത്തിൽ ഹീലിയ, അങ്ങനെ കുറെ വാക്കുകളും വരുന്നുണ്ട്. ഇതെല്ലാം സ്നേഹത്തിന്റെ മറ്റു വേർഷൻസ് ആണ്. സഹോദര സ്നേഹം, ഭാര്യ ഭർത്തൃ സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള പല സ്നേഹങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഈ ഗ്രീക്കിനെ കുറിച്ചും ഇപ്പം നമ്മുടെ ഇടയിൽ ധാരാളം പേര് ഗ്രീക്കും ഹീബ്രു ഒക്കെ പഠിച്ച് പാണ്ഡിത്യമുള്ളവരുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലാംഗ്വേജിനെ കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇതെല്ലാം സ്നേഹം എന്നുള്ള ഒറ്റ അടിസ്ഥാന തത്വത്തിലായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഈ സ്നേഹത്തിന് പല സ്ഥലങ്ങളിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് അഗാപ്പെ എന്ന് പറയുമ്പോൾ സ്നേഹം, ഹീലിയോ എന്ന് പറയുന്നതും സ്നേഹം, പിന്നെ വേറെ ഫോബിയോ അങ്ങനെ എന്തോ സംഭവമുണ്ട്. അപ്പൊ ഇത് പക്ഷെ അഗാപ്പെ എന്ന് പറയുമ്പോൾ ദൈവസ്നേഹമാണ്. പിന്നെ വരുന്നത് സഹോദര സ്നേഹം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹങ്ങളാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഭാഷയിൽ, മൂലഭാഷയിൽ നമുക്ക് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ അത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ നമ്മുടെ സ്വന്തം ശൈലിയിൽ അത് എല്ലാ സ്നേഹവും ഒറ്റ സ്നേഹമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിക്കുന്നു. അപ്പൊ തന്നെ അവിടെ അർത്ഥതലങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ? മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ ഇതൊരു പ്രധാന വിഷയമാണ്, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസം. അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ എഴുതിയ കാലഘട്ടങ്ങൾ തമ്മിലുള്ള അന്തരങ്ങൾ. ഇപ്പൊ നമുക്കറിയാം മലയാള ഭാഷ തന്നെ, എൻ്റെ ഒരു പഴയ മലയാള ലിപിയിലുള്ള ബൈബിളുണ്ട്. ആ ഭാഷയിലുള്ള ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുയിസത്തിൽ അവർ പറയുന്ന പല വാക്കുകളും അതിലുണ്ട്. അപ്പൊ അവർ ചോദിക്കും, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഇല്ലയോ? എന്താ സംഭവം? അന്ന് നമ്മുടെ ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തവര് പിന്നെ ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ വികാസം പ്രാപിക്കുന്നതിന് മുമ്പാണ് ബൈബിൾ ട്രാൻസ്ലേഷൻ നടന്നത്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഭാഷാപരമായിട്ടുള്ള ഒത്തിരി അന്തരങ്ങൾ അതിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന NIV ആശ്രയിക്കും. NIV പോരാഞ്ഞിട്ട് നമ്മൾ KJV, NKJV എടുക്കും. അങ്ങനെ പല വേർഷൻസ് നമ്മൾ നോക്കാറുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ അത്യാവശ്യം, കാര്യം ഗ്രീക്ക് ഹീബ്രു ഒക്കെ ഞാനൊക്കെ പണ്ട് പഠിച്ചതാ, പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇപ്പൊ അതെല്ലാം മറന്നുപോയി. അപ്പൊ എനിക്കിപ്പോ ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണമെന്ന്. കാരണം ദൈവത്തിന്റെ വചനം നമുക്ക് പഠിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് ഈ ഭാഷാപരമായ വലിയൊരു അന്തരം നമുക്ക് കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവവചന വ്യാഖ്യാനത്തെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു കോമൺ ചലഞ്ചസ് ആണ് ലിറ്റററി, സാഹിത്യപരമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ. നമ്മൾ ഈ പൗലോസിന്റെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന, ഒരിടത്ത് തുടങ്ങിയിട്ട് വേറെങ്ങാണ്ടൊക്കെ അതിന്റെ ഫുൾ സ്റ്റോപ്പ്. മലയാളത്തിൽ തന്നെ എന്തൊരു കടികട്ടി വാക്കുകളാ അത്, ഇല്ലേ?
ഇപ്പൊ ഞാൻ ചിന്തിക്കും, ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചിന്തിക്കും, ഇത് ഇപ്പൊ ഗ്രീക്കിലൊക്കെ അവരൊക്കെ എന്തൊക്കെയായിരിക്കും എഴുതി വെച്ചേക്കുന്നത്, മനസ്സിലായില്ല നമുക്ക്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അത് വന്നപ്പോഴേക്ക് അത് നമുക്ക്, പിന്നെ നമുക്കിത് ഇംഗ്ലീഷിലൊക്കെ വായിച്ചാൽ കുറെ കൂടെ നമുക്കത് മനസ്സിലാവും. NIV-യിലൊക്കെ വായിച്ചാൽ കുറെ കൂടെ നന്നായിട്ട് നമുക്കത് ഗ്രഹിക്കാൻ പറ്റും, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞത് സാഹിത്യപരമായിട്ടുള്ള ഒരുപാട് അന്തരങ്ങൾ ഇപ്പൊ നമുക്കിടയിൽ തന്നെ ഇപ്പൊ തന്നെ ഇപ്പ എന്നൊരക്ഷരം നമ്മൾ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടു എന്നൊക്കെ ഇപ്പൊ നിരോധിച്ചുകൊണ്ട് വരിക. നമ്മൾ ചിന്തിച്ച പണ്ടത്തെ മലയാളം വാക്കുകൾ എത്ര അക്ഷരങ്ങൾ ഇപ്പൊ ഉണ്ട്. ചില പിന്നെ മലയാളം വാക്കുകളൊക്കെ പിന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ പോലും നമുക്ക് ആ വാക്കുകൾ ഇപ്പം കിട്ടാനായിട്ട് ഇല്ല. അങ്ങനെ മലയാള ഭാഷയ്ക്ക് പോലും ഇത്തരം കാര്യങ്ങളുള്ള സ്ഥിതിക്ക് സാഹിത്യപരമായിട്ടുള്ള ഒരുപാട് അന്തരങ്ങൾ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് അത് വ്യാഖ്യാനിക്കുന്നതിൽ അപജയം സംഭവിക്കുന്നുണ്ട്. അപ്പൊ കാലഘട്ടത്തിന്റെ ഒരു വലിയ വ്യത്യാസം ഇതിലുണ്ട് കേട്ടോ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവരെഴുതി വെച്ച കാര്യങ്ങളാണ് അല്ലേ. അത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നിലയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ പിഴവുകൾ വരാതിരിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതൊന്ന്, നമ്മൾ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്ന് ആണെങ്കിൽ ഇതെല്ലാം പ്രശ്നമാകും. ഓക്കെ, നമുക്കറിയാലോ സഭാപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി. ഇപ്പം പിന്നെ ക്രിസ്തുവിന്റെ സ്വഭാവം, കൃപയാലുള്ള രക്ഷ, അതുപോലെ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ചിലർ പറയുന്നു സഭ മഹോദ്രവത്തിലൂടെ കടക്കും, ചിലർ പറയുന്നു അങ്ങനെ പോകത്തില്ല. ഇതെല്ലാം സംഭവിക്കുന്ന ഈ വ്യാഖ്യാനത്തിന്റെ പിഴവുകളൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചിലർ മലയാള പുസ്തകം വെച്ച് മാത്രം ചിലത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. അത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഒത്തിരി മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റൊന്ന് കൾച്ചറൽ, സാംസ്കാരികപരമായിട്ടുള്ള വെല്ലുവിളികൾ, അതും ധാരാളമുണ്ട്. അന്നത്തെ പാലസ്തീനിലെ കൾച്ചർ ആണോ നമ്മുടെ കൾച്ചർ? അന്നത്തെ പാലസ്തീനിലെ കൾച്ചർ തന്നെ ഇന്ന് പാലസ്തീനിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ. പൗലോസും മറ്റും ഓടി നടന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലാണോ? ഇന്ന് ആരുടെ അധീനതയില്ല? തുർക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ ആ കൾച്ചറും ഈ കൾച്ചറും താരതമ്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജിയോഗ്രാഫിക്കൽ ചലഞ്ചസ് ഉണ്ട്. അടുത്തത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികൾ. ഓക്കെ, അത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ, കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങൾ. ഞാനത് മുമ്പേ പറഞ്ഞു, കാലഘട്ടത്തിന്റെ ചില വ്യത്യാസങ്ങൾ അതിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും. അതാണ്, ഈ ലോജിക്ക് വരുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാതെ പോകുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? ബൈബിൾ വ്യാഖ്യാനത്തിന്റെ ചലഞ്ചസ് ആണ്. ഈ ക്രൊണോളജിക്കൽ ഓർഡർ മാറിയത്, അതുപോലെ തന്നെ എന്താണ് ലോജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ, കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, സാഹിത്യപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തെ, ബൈബിൾ വ്യാഖ്യാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. പേടിച്ചു പോയോ എല്ലാവരും? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, മുഖമൊക്കെ വല്ലാതൊക്കെ ഇരിക്കുന്നു. എൽസിയാൻറ്റി മാത്രമേ ഉള്ളൂ തലകുലുക്കുന്ന, ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിരിക്കാൻ തോന്നുന്നു. അപ്പൊ ഇനി എങ്ങനെ വ്യാഖ്യാനിക്കും എന്നായിരിക്കും ചിന്തിക്കുന്നല്ലേ. ഇതെല്ലാം കൂടി ഇങ്ങനൊക്കെ ചിന്തിക്കാൻ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. പക്ഷെ ഒരു പേടിയും വേണ്ട, നമ്മളെ സഹായിക്കാൻ സർവശക്തനായ ദൈവമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം നമ്മളോടൊപ്പമുണ്ട്. അവിടെ ഞാൻ ചെയ്യുന്നൊരു കാര്യം, നിങ്ങളോട് ഒരു സീക്രട്ട് പറഞ്ഞുതരാം. എനിക്കറിവില്ലാത്ത ഒരു വിഷയത്തെ ഞാൻ തൊടാറില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് ഗൗരവമായിട്ട് അറിയാൻ മേലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പോലും പറയാനായിട്ട് ഞാൻ തയ്യാറാകത്തില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സോഴ്സ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ മൗനമായിരിക്കുക ചെയ്യുക പതിവുള്ളൂ. അല്ലാതെ എൻ്റെ സ്വന്തം വ്യാഖ്യാനമോ ശൈലികളോ ഒന്നും ഞാനതിൽ എത്തിക്കാറില്ല. അത് ഞാൻ ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിയായ നിലയിൽ ദൈവത്തിന്റെ വചനം പഠിക്കണം. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ഗ്രീക്ക് ഹീബ്രു ഒക്കെ ക്ലാസ്സുകളൊക്കെ തുടങ്ങാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഗ്രീക്കും ഹീബ്രു ഒക്കെ അത്യാവശ്യം, ഈ രണ്ട് ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൂലഭാഷയിൽ ഇന്നതാണ് അർത്ഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ പലരും ചിരിക്കും, എന്തോ കാര്യത്തിന് ഈ മൂലഭാഷയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്. ഇതുകൊണ്ടാ മൂലഭാഷ എല്ലാവരും പറയുന്നത്. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഷ ഇതൊക്കെയാണ്. അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വിഷയത്തിന്റെ കോണ്ടെക്സ്റ്റ് തപ്പി പോകുമ്പോൾ ആ വിഷയം ഗ്രീക്കും ഹീബ്രുവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്തു പറയുന്നു, ഞാൻ അതിനായിരിക്കും കുറെ കൂടെ മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലാതെ അറിവുകൾ വെച്ച് മാത്രം സംസാരിക്കുന്ന ആ ഒരു മെത്തേഡിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു യോജിപ്പ് കുറവുണ്ട്. കാരണം എന്താ വെച്ചാൽ ബൈബിൾ എഴുതിയിരിക്കുന്ന ആ ഭാഷയിൽ തന്നെ
അതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം നമ്മൾ ബൈബിൾ വ്യാഖ്യാനത്തിന് ചില തടസ്സങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ നമ്മൾ ഭാരപ്പെടേണ്ട, നമുക്ക് ഇതിലേക്കൊക്കെ എത്താൻ കഴിയും. മുമ്പേ ലൗലി തോമസ് ആൻറ്റി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മുടെ മുമ്പിൽ നല്ലൊരു വഴിയുണ്ട്. നമ്മൾ ചിന്തിക്കും ഇനിയിപ്പം ഞങ്ങൾ ഇനി എന്ന് ഗ്രീക്ക് പഠിച്ചിട്ടും പിന്നെന്താണ് ഹീബ്രു പഠിച്ചിട്ടും ഒക്കെ ഇതൊക്കെ എന്ന് ചെയ്യാനാ എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റും, വായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സഹോദരിമാരൊക്കെ നല്ല വായനാശീലമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തെ ഓവർകം ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ ശരിയായിട്ട് ഈ വചനം വിഭജിച്ച് അത് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയും. ഒരു വാക്യം കൂടെ വായിച്ച്, എനിക്കറിയാം 8:59 ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. 2 തിമോത്തിയോസ് chapter 2 verse 15. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 15-ാം വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഓക്കെ, മതി. അപ്പൊ ഈ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, സത്യവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. അത് ശരിയായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത ഒരു വേലക്കാരിയായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിയണം. അപ്പൊ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ ആവശ്യകത, അതിന്റെ ചലഞ്ചസ്, ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട, ഒരു തീരുമാനത്തിലെത്ത്. കർത്താവെ, കഴിയുന്നത്രയും എന്നെ കൊണ്ട് ഈ ശുശ്രൂഷ എനിക്ക് ദൈവം അവസരങ്ങൾ തരുമ്പോൾ അത് 100% സത്യസന്ധതയോടെ അത് ശരിയായിട്ട് വിഭജിച്ച്, അത് നമ്മൾ റൈറ്റ്ലി ഡിവൈഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിന്റെ മൂലഭാഷയിൽ അതിന്റെ അർത്ഥം നേരെയാക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നേരെയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നിലയിൽ ചിന്തിപ്പിക്കാം, വളവും പുളവും ഒന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പോകണം. അതിന് ഷേർലി ആന്റി പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വലിയ പ്രാധാന്യം അതിലുണ്ട്. എനിക്കറിയാം, ചില വചനഭാഗങ്ങളുമായിട്ട് ചിലപ്പം ചിലയിടങ്ങളിൽ മെസ്സേജ് പറയാൻ വേണ്ടിയായിരിക്കും അത് തയ്യാറാക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പലപ്പോഴും എൻ്റെ സ്നേഹിതരോടൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് കീറി മുറിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഇത് ദൈവവചന ശുശ്രൂഷ എന്നുള്ളത്, ദൈവവചനം നമ്മളോട് മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സെക്കുലർ പ്രോഗ്രാം. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം ശ്വസിച്ച വചനങ്ങൾ, ദൈവം സംസാരിച്ച വചനങ്ങൾ. ഇതിന് ദൈവീകതയുള്ളതാണ്, ആധികാരികതയുള്ളതാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഈ സന്ധ്യാവേള നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവെ, അവിടെ നിന്റെ പക്കൽ ഏൽപ്പിക്കുന്ന വചനം അത് സത്യസന്ധമായി ശരിയായ നിലയിൽ വിഭജിക്കാനും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ, അതിലുപരി എൻ്റെ ജീവിതത്തിലേക്ക് അത് പകർത്തുവാൻ എന്നെ സഹായിക്കണമെന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിന് വേണ്ടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങാൻ, യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതെ ദൈവം എല്ലാം നന്നായി ഉചിതവുമായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കേണ്ടത് എല്ലാവരുടെയും പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കും. താങ്ക് യു ലവ്ലി സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. നമ്മൾ വ്യാഖ്യാന ശാസ്ത്രത്തിന് എന്തുകൊണ്ട് ശരിയായി വ്യാഖ്യാനിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ 3 പോയിന്റുകൾ പഠിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവവുമായുള്ള ആ ബന്ധം, ദൃഢമായ ബന്ധം, പിന്നെ ദുരുപദേശങ്ങളെ നേരിടേണ്ടതിന് വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ സ്ഥിരമായുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം. അതിനുവേണ്ടി നാം വ്യാഖ്യാനിക്കണം. നമ്മുടെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, സൗമ്യതയോടും താഴ്മതയോടും കൂടെ സംസാരിക്കുവാനും ഇടപെടാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഉദ്ദേശത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ശരിയായി മനസ്സിലാക്കുവാനും ദൈവവചനം പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കട്ടെ. പിന്നീട് ലാസ്റ്റായി ബൈബിൾ വ്യാഖ്യാനത്തിലുള്ള വെല്ലുവിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പലപ്പോഴും നമ്മൾ പിന്മാറി പോകാറുണ്ട്. എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് വിചാരിച്ച്. എന്നാൽ നമ്മൾക്ക് ദൈവം അതിനുള്ള കഴിവുകൾ തരും. നാം
തയ്യാറായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്താല് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ നമുക്കത് സംസാരിക്കുവാനുള്ള കഴിവ് ദൈവം തരും. അതിന് നാം ഉത്സാഹിക്കണം. നാം സൂക്ഷ്മ പരിശോധനയ്ക്ക് തയ്യാറാകണം. വചനം കൂടുതലായിട്ട് പഠിക്കുവാനും അത് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് പറയുവാനും നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. ഭാഷാപരമായ കോമൺ ചലഞ്ചസിനെ കുറിച്ചും മൂലഭാഷയിലുള്ള പരിജ്ഞാനം, സാഹിത്യപരമായ കാലഘട്ടത്തിന്റെ അന്തരം, സാംസ്കാരികപരമായ കൾച്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നാം തയ്യാറാകണം. ആ രീതിയിൽ നാം ഓരോ വിഷയങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ദൈവ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം പറയുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും തയ്യാറാക്കണം. അതിന് നാം വചനം പഠിച്ച് കൂടുതലായിട്ട് പറഞ്ഞ പോലെ ബൈഹാർട്ട് ചെയ്ത് അതിനെ കുറിച്ച് ദൈവത്തോട് സംസാരിച്ച് ആലോചനകൾ ലഭിച്ച് നമുക്ക് പറയുവാനായിട്ട്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാനും ലജ്ജിക്കാത്ത വേലക്കാരിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വചനം നമുക്കത് കൂടുതൽ പ്രയോജനമാക്കി തീർത്തു. ഓരോരുത്തർക്കും അത് വളരെ അനുഗ്രഹമായി തീർത്തു എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇന്ന് ബൈബിൾ വായിച്ച് സഹായിച്ച സഹോദരിമാരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ശുശ്രൂഷകൾ ഓരോന്നും അനുഗ്രഹമാക്കി തീർക്കുവാനായിട്ട് ദൈവം അവിടുന്ന് പ്രസാദിച്ചു. നമുക്ക് എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് സിസ്റ്റർ ജെസ്സി ഐസക്കിനെ ക്ഷണിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓവർ ടു ജെസ്സി ഐസക്. താങ്ക് യു സിസ്റ്റർ. സ്വർഗീയ പിതാവേ, അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, വണങ്ങുന്നു, ആരാധിക്കുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമായിരിക്കാലും നന്ദി പറയുന്നു. കർത്താവെ, ആ പാദപീഠത്തിൽ താണിരിക്കുവാൻ ദൈവമേ സഹോദരിമാരാകുന്നു ഞങ്ങളെ അവിടുന്ന് കൂട്ടിവരുത്തിയതിനാൽ നന്ദി പറയുകയാണ്. കർത്താവെ, ഇങ്ങനെയൊരു മാധ്യമം ഞങ്ങൾക്ക് തന്നതിനാൽ നന്ദി പറയുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന സഹോദരിമാരാകുന്നു ഞങ്ങൾക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വരുവാൻ, വചനം പഠിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാനൊക്കെ തരുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദി പറയുകയാണ്. കർത്താവെ, ഞങ്ങൾ എത്രയോ ധന്യരാണ്, ഭാഗ്യശാലികളാണ്. കർത്താവെ, ആ സ്നേഹബന്ധത്തിൽ, ആ സ്നേഹച്ചരടുകളാലും ഞങ്ങളെ അവിടുന്ന് കോർത്തിണക്കിയിരിക്കാലും നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് വചനം പറഞ്ഞു തരുവാൻ, ഞങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവമേ പ്രിയ ലവലിയെ അവിടുന്ന് ഇടയാക്കിയതിനാലും നന്ദി പറയുന്നു. കർത്താവെ, വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവമേ അത് എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഇത് വ്യാഖ്യാനിച്ചു തരുവാൻ നിന്റെ മകളെ അവിടുന്ന് എടുത്തുപയോഗിച്ചതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, എൻ്റെ മകൾക്ക് അവിടുന്ന് ധാരാളമായ കഴിവും കൃപയും ബലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കർത്താവെ, അത് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങളിലും വ്യാഖ്യാന ശാസ്ത്രത്തെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ നിന്റെ ദാസിയെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണ്ട എല്ലാ ദൈവിക കൃപയും കൊടുക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ വേലയും കർത്താവ് അവിടുന്ന് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗ് അത് കോർഡിനേറ്റ് ചെയ്യുവാൻ സഹോദരി ഡാർലിക്ക് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ നിന്റെ ദാസി അവിടുന്ന് സഹായിച്ചു. തുടർന്നും ഉള്ള ദിവസങ്ങളിൽ നിന്റെ മകളെ അവിടുന്ന് നിന്റെ നാമത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനകരമായി നിലനിർത്തണമേ. കുടുംബമായിട്ട് അവരെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഓപ്പണിംഗ് പ്രെയർ ചെയ്യുവാൻ ബെറ്റ്സിയെ അവിടുന്ന് കൃപ കൊടുത്തതിനാലും നന്ദി പറയുന്നു. നിന്റെ മകളെയും അവിടുന്ന് സഹായിക്കണമേ. കഴിവുകൾ കൊടുത്തിട്ടുണ്ട് കർത്താവെ, അത് അങ്ങയുടെ നാമമുഖത്തിനായിട്ട് ഉപയോഗിക്കുവാൻ നിന്റെ ദാസിയെ അവിടുന്ന് സഹായിക്കണം. കുടുംബമായിട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സത്യവചനം അത് തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനത്തെ പ്രകീർത്തിക്കുന്ന പാട്ട് പാടുവാൻ, വളരെ മനോഹരമായിട്ട് അത് ആലപിക്കുവാൻ മകള് അലീഷയെ അവിടുന്ന് എടുത്തുപയോഗിച്ചതിനാലും നന്ദി പറയുന്നു. പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്ന താലന്ത്, പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ താലന്തുകളൊക്കെ കർത്താവിൻ്റെ നാമോഹത്തിനായിട്ട് ഉപയോഗിക്കുവാൻ പ്രിയ പൈതലിനെ അവിടുന്ന് സഹായിക്കണം.
തുടർന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഈ സ്നേഹബന്ധത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളെ അവിടുന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന അനേകരും ഞങ്ങളുടെ മധ്യത്തിലുണ്ട്, ഞങ്ങളുടെ ലൈനിൽ തന്നെ ഉണ്ട്. കർത്താവ് അതെല്ലാം കാണുന്ന ദൈവമാകയാലും നന്ദി പറയുന്നു. ഓരോ ഹൃദയങ്ങളോടും അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ എല്ലാവർക്കും സുഖകരമായ ഉറക്കം അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ക്രിസ്തീയ സഹോദരി ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കണമേ. അനേകം സഹോദരിമാർ കടന്നു വരുവാനും വചനം പഠിക്കുവാനും ആത്മീയ വർധനം ഉണ്ടാകുവാനും അവിടുന്ന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അഡ്മിൻസിനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമീൻ.